JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം വെച്ചാൽ LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ നമുക്ക് LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പവർ പോയിന്റ് പ്രസന്റേഷനെ കുറിച്ചാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് വേഡ്, എക്സൽ, പവർ പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ടൈപ്പ് റൈറ്റർ ഉൾപ്പെടെ 50 മാർക്കാണ് നമുക്ക് LD ടൈപ്പിസ്റ്റിന്റെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ PSC സിലബസ് വഴി അവർ മാർക്ക് നൽകി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ടോപ്പിക്കിൻ്റെ ഒരു 40% പോലും നമ്മൾ ഇതേവരെ കവർ ചെയ്തിട്ടില്ല. ഇനിയും നമുക്ക് ധാരാളം ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. അപ്പോൾ എനിക്കൊരു അഭ്യർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ക്ലാസ്സുകളെല്ലാം തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് കാണാൻ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സായാൽ ആ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ആ ഒരു മാർക്കാണ് നഷ്ടമാകുന്നത്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് തന്നെ കാണണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Name the effect that offers background such as marble, water drops, wired grains on an object in PowerPoint presentation. Name the effect that offers background such as marble, water drops, wired grains on an object in PowerPoint presentation. എന്താണ് ചോദിച്ചിരിക്കുന്നത്? പവർ പോയിന്റ് അവതരണത്തിലെ ഒരു വസ്തുവിൽ അതായത് മാർബിള്, വാട്ടർ ഡ്രോപ്പുകൾ, വയേർഡ് ധാന്യങ്ങൾ എന്നിവ പോലുള്ള പശ്ചാത്തലം നൽകുന്ന എഫക്റ്റിന് ഉള്ള പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടെക്സ്ചർ, ഓപ്ഷൻ ബി എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ ബി പിക്ചർ, ഓപ്ഷൻ സി പാറ്റേൺ, ഓപ്ഷൻ ഡി ഗ്രേഡിയന്റ്. ഏതാണ്? നൈം ദി എഫക്റ്റ് ദാറ്റ് ഓഫേഴ്സ് ബാക്ക്ഗ്രൗണ്ട് സച്ച് ആസ് മാർബിൾ, വാട്ടർ ഡ്രോപ്സ്, വയേർഡ് ഗ്രെയിൻസ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഇൻ പവർ പോയിന്റ് പ്രസന്റേഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. ടെക്സ്ചർ ആണ്. ടെക്സ്ചർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കണ്ടെയ്ൻസ് ദ റിലേറ്റഡ് ഹിന്റ്സ് ഓഫ് പേജസ്. വിച്ച് കണ്ടെയ്ൻസ് ദ റിലേറ്റഡ് ഹിന്റ്സ് ഓഫ് പേജസ്. അതായത് പേജുകളുടെ അനുബന്ധ സൂചനകൾ, അനുബന്ധ സൂചനകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഏതിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടൈറ്റിൽ മാസ്റ്റർ, ഓപ്ഷൻ ബി നോട്ട് മാസ്റ്റർ, ഓപ്ഷൻ സി സ്ലൈഡ് മാസ്റ്റർ, ഓപ്ഷൻ ഡി പ്രസന്റേഷൻ മാസ്റ്റർ. ഏതാണ്? ഓപ്ഷൻ എ ടൈറ്റിൽ മാസ്റ്റർ, ഓപ്ഷൻ ബി നോട്ട് മാസ്റ്റർ, ഓപ്ഷൻ സി സ്ലൈഡ് മാസ്റ്റർ, ഓപ്ഷൻ ഡി പ്രസന്റേഷൻ മാസ്റ്റർ. വിച്ച് കണ്ടെയ്ൻസ് ദ റിലേറ്റഡ് ഹിന്റ്സ് ഓഫ് പേജസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നോട്ട് മാസ്റ്റർ. വിച്ച് കണ്ടെയ്ൻസ് ദ റിലേറ്റഡ് ഹിന്റ്സ് ഓഫ് പേജസ്. നോട്ട് മാസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കോമ്പിനേഷൻ ഓഫ് ഷോർട്ട്കട്ട് കീസ് ടു പ്രിന്റ് എ പ്രസന്റേഷൻ. വിച്ച് കോമ്പിനേഷൻ ഓഫ് ഷോർട്ട്കട്ട് കീസ് ടു പ്രിന്റ് എ പ്രസന്റേഷൻ. അതായത് ഈ അവതരണം അച്ചടിക്കുന്നതിനുള്ള കുറുക്കുവഴി കീകളുടെ സംയോജനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കുറുക്കുവഴി കീ, വിച്ച് കോമ്പിനേഷൻ ഓഫ് ഷോർട്ട്കട്ട് കീസ് ടു പ്രിന്റ് എ പ്രസന്റേഷൻ. ഏതാണ്? ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് ഐ, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് എൻ, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് ആർ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് പി. ഏതാണ്? വിച്ച് കോമ്പിനേഷൻ ഓഫ് ഷോർട്ട്കട്ട് കീസ് ടു പ്രിന്റ് എ പ്രസന്റേഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കൺട്രോൾ പ്ലസ് പി. അടുത്ത ക്വസ്റ്റ്യൻ. Which open in print dialog box of PowerPoint prints the copies in binding order. Which open in print dialog box of PowerPoint prints the copies in binding order. എന്താണ് ആ ചോദ്യത്തിന് അർത്ഥം? എന്താണ്? പവർ പോയിന്റിലെ പ്രിന്റ് ഡയലോഗ് ബോക്സിൽ
തുറക്കുന്നവ പകർപ്പുകൾക്ക് ഡാഷ് എന്ന ബൈൻഡിംഗ് ക്രമത്തിൽ അച്ചടിക്കുന്നു. ഡാഷ് എന്ന ബൈൻഡിംഗ് ക്രമത്തിൽ അച്ചടിക്കുന്നു. ഏത് ബൈൻഡിംഗ് ക്രമത്തിലാണ് അച്ചടിക്കുന്നത്? ഓപ്ഷൻ എ കോപ്പീസ്, ഓപ്ഷൻ ബി കൊളൈറ്റ്, ഓപ്ഷൻ സി പ്രിന്റ് ടു ഫയൽ, ഓപ്ഷൻ ഡി കറന്റ് സ്ലൈഡ്. ഏതാണ്? വിച്ച് ഓപ്പൺ ഇൻ പ്രിന്റ് ഡയലോഗ് ബോക്സ് ഓഫ് പവർ പോയിന്റ് പ്രിന്റ്സ് ദ കോപ്പീസ് ഇൻ ബൈൻഡിംഗ് ഓർഡർ. ഓപ്ഷൻ ബി ആണ് ആൻസർ, കൊളൈറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, കൊളൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Name the bar which contain the options file, edit, view, insert, etc. Name the bar which contain the options file, edit, view, insert, etc. അതായത് ഓപ്ഷനുകള്, ഫയല്, എഡിറ്റ്, ഈ വ്യൂ, അതുപോലെ തന്നെ ഈ ഉൾപ്പെടുത്തൽ, അതായത് ഉൾപ്പെടുത്തൽ തുടങ്ങിയവ അടങ്ങുന്ന ഈ ബാർ ഉണ്ടല്ലോ, അതിനുള്ള പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൈം ദ ബാർ വിച്ച് കണ്ടെയ്ൻ ദ ഓപ്ഷൻസ് ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, എക്സെട്ര. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടൂൾ ബാർ, ഓപ്ഷൻ ബി മെനു ബാർ, ഓപ്ഷൻ സി സ്ക്രോൾ ബാർ, ഓപ്ഷൻ ഡി status bar. Name the bar which contain the options file, edit, view, insert, etc. Answer option B and answer menu bar. Menu bar. Other question. Which menu contains commands that apply to the entire document such as open, save and export as PDF? Which menu contains commands that apply to the entire document such as open, save and export as PDF? എന്താണ് ക്വസ്റ്റ്യന്റെ അർത്ഥം എന്ന് പറയുന്നത്? ഏത് മെനുവിലും ഡാഷ് PDF ഡാഷ് ആയിട്ട് തുറക്കുക, സംരക്ഷിക്കുക, കയറ്റുമതി ചെയ്യുക തുടങ്ങിയ മുഴുവൻ പ്രമാണത്തിനും ബാധകമായ കമാൻഡുകൾ അടങ്ങിയിരിക്കുന്നു. ഏതിലാണ് അടങ്ങിയിരിക്കുന്നതാണ്? ഏത് മെനുവിലും PDF ഡാഷ് ആയിട്ടാണ് തുറക്കുകയും സംരക്ഷിക്കുകയും സേവ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും സേവ് ചെയ്യുകയും ആൻഡ് എക്സ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അത് മുഴുവൻ പ്രമാണത്തിനും ബാധകമായ കമാൻഡുകൾ അടങ്ങിയിരിക്കുന്നത് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫയല്, ഓപ്ഷൻ ബി വ്യൂ, ഓപ്ഷൻ സി ടൂൾസ്, ഓപ്ഷൻ ഡി ഇൻസേർട്ട്. ഏതാണ്? വിച്ച് മെനു കണ്ടെയ്ൻസ് കമാൻഡ്സ് ദാറ്റ് അപ്ലൈ ടു ദ എൻറ്റയർ ഡോക്യുമെന്റ് സച്ച് ആസ് ഓപ്പൺ, സേവ് ആൻഡ് എക്സ്പോർട്ട് ആസ് PDF? ഓപ്ഷൻ എ ആണ് ആൻസർ, ഫയല്. ഓപ്ഷൻ എ ആണ് ആൻസർ, ഫയല്. അടുത്ത ക്വസ്റ്റ്യൻ. Which menu contains commands for editing the document such as undo, find and replace, cut, copy, paste? Which menu contains commands for editing the document such as undo, find and replace, cut, copy, paste? ഏതാണ്? ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ആദ്യം നമുക്ക് ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അതായത് ഈ പഴയപടിയാക്കുക, അതായത് അൺഡു ചെയ്യുക, കണ്ടെത്തുക, അതുപോലെ തന്നെ ഫൈൻഡ് ചെയ്യുക, അതായത് മാറ്റി സ്ഥാപിക്കുക, അതുപോലെ തന്നെ മുറിക്കുക, കട്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, ഒട്ടിക്കുക, അതായത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക എന്നിങ്ങനെയുള്ള പ്രമാണങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിനുള്ള കമാൻഡുകൾ ഏത് മെനുവിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫയല്, ഓപ്ഷൻ ബി ഹോം, ഓപ്ഷൻ സി വ്യൂ, ഓപ്ഷൻ ഡി ഇൻസേർട്ട്. ഏതാണ്? വിച്ച് മെനു കണ്ടെയ്ൻസ് കമാൻഡ് ഫോർ എഡിറ്റിംഗ് ദ ഡോക്യുമെന്റ് സച്ച് ആസ് അൺഡു, ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, കട്ട്, കോപ്പി, പേസ്റ്റ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഹോം മെനുവിലാണ് അടങ്ങിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Which menu contains
commands for controlling the display of the document such as zoom and web layout. Which menu contains commands for controlling the display of the document such as zoom and web layout? അതായത് ഈ സൂമും വെബ് ലേഔട്ട് പോലുള്ള ഈ പ്രമാണത്തിന്റെ പ്രദർശനം നിയന്ത്രിക്കുന്നതിനുള്ള കമാൻഡുകൾ ഏത് മെനുവിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫയല്, ഓപ്ഷൻ ബി വ്യൂ, ഓപ്ഷൻ സി ഇൻസേർട്ട്, ഓപ്ഷൻ ഡി ഫോർമാറ്റ്. ഏത് മെനുവിലാണ് അടങ്ങിയിരിക്കുന്നത്? വിച്ച് മെനു കണ്ടെയ്ൻസ് ദ കമാൻഡ് ഫോർ കൺട്രോളിംഗ് ദ ഡിസ്പ്ലേ ഓഫ് ദ ഡോക്യുമെന്റ് സച്ച് ആസ് സൂം ആൻഡ് വെബ് ലേഔട്ട്? ഓപ്ഷൻ ബി ആണ് ആൻസർ, വ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. Which menu that contains commands for inserting elements into the document such as header, footer and picture? Which menu that contains commands for inserting elements into the document such as header, footer and picture? Options നോക്കാം. ഓപ്ഷൻ എ ഫയൽ, ഓപ്ഷൻ ബി വ്യൂ, ഓപ്ഷൻ സി ഇൻസേർട്ട്, ഓപ്ഷൻ ഡി ഫോർമാറ്റ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, ഇൻസേർട്ട്. ചോദ്യത്തിന്റെ അർത്ഥം ഒരിക്കൽ ഞാൻ പറയാം. അതായത് ഈ ഹെഡർ, അതായത് തലക്കെട്ട്, അടിക്കുറിവ്, ഫൂട്ടർ, ചിത്രം, പിക്ചർ എന്നിവ പോലുള്ള പ്രമാണത്തിലേക്ക് ഘടകങ്ങൾ ചേർക്കുന്നതിനുള്ള കമാൻഡുകൾ അടങ്ങിയിരിക്കുന്ന മെനു ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇൻസേർട്ട് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ഇൻസേർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. Name the menu that contains commands such as styles, formatting, autocorrect, etc. Name the menu that contains commands such as styles, formatting, autocorrect, etc. അതായത് ശൈലികള്, ഫോർമാറ്റിംഗ്, യാന്ത്രിക ശരിയാക്കല് തുടങ്ങിയ കമാൻഡുകൾ അടങ്ങിയിരിക്കുന്ന മെനുവിന്റെ പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫയല്, ഓപ്ഷൻ ബി വ്യൂ, ഓപ്ഷൻ സി ഇൻസേർട്ട്, ഓപ്ഷൻ ഡി ഫോർമാറ്റ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഫോർമാറ്റ്. നെയിം ദ മെനു ദാറ്റ് കണ്ടെയ്ൻസ് കമാൻഡ്സ് സച്ച് ആസ് സ്റ്റൈൽസ്, ഫോർമാറ്റിംഗ്, ഓട്ടോ കറക്റ്റ് എക്സെട്ര. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഫോർമാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Name the menu that contains commands such as spelling and grammar, customers and options. Name the menu that contains commands such as spelling and grammar, customers and options. എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്? അതായത് അക്ഷരവിന്യാസം, വ്യാകരണം, ഇത് ഇഷ്ടാനുസൃതമാക്കുക, ഓപ്ഷനുകൾ എന്നിവ പോലുള്ള കമാൻഡുകൾ അടങ്ങിയിരിക്കുന്ന മെനുവിന് പേര് നൽകുക. അതായത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, കസ്റ്റമൈസ് ആൻഡ് ഓപ്ഷൻസ് എന്നിവ പോലുള്ള കമാൻഡുകൾ അടങ്ങിയിരിക്കുന്ന മെനുവിന്റെ പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹെൽപ്പ്, ഓപ്ഷൻ ബി ടൂൾസ്, ഓപ്ഷൻ സി ഫോർമാറ്റ്, ഓപ്ഷൻ ഡി വിൻഡോ. ഏതാണ്? Name the menu that contains commands such as spelling and grammar, customers and options. Option B ആണ് ആൻസർ, tools. അടുത്ത ക്വസ്റ്റ്യൻ. What is the purpose of PowerPoint? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. What is the purpose of PowerPoint? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടെക്സ്റ്റ് എഡിറ്റിംഗ് യൂസിങ് കളർഫുൾ ഇമേജസ്. Option B, image editing purposes. Option C, creating powerful presentations using new tools. Option D, preparing account statements. ഏതാണ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പവർ പോയിന്റ്? എന്താണ് പർപ്പസ് ഓഫ് പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ പവർ പോയിന്റിന്റെ ഉദ്ദേശം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടെക്സ്റ്റ് എഡിറ്റിംഗ് യൂസ്ഫുൾ കളർഫുൾ ഇമേജസ്. ഓപ്ഷൻ ബി ഇമേജ് എഡിറ്റിംഗ് പർപ്പസ്. Option C, creating powerful presentation using new tools. Option D, preparing account statements. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, creating powerful presentations using new tools. What is the purpose of PowerPoint? Creating powerful presentations using new tools.
അടുത്ത ക്വസ്റ്റ്യൻ. In PowerPoint video is included in the group. In PowerPoint video is included in the group. Options നോക്കാം. Option A links, Option B illustrations, Option C media, Option D chart. എന്താണ് in PowerPoint video is included in the group? അതിന്റെ അർത്ഥം എന്താണ്? അതായത് PowerPoint വീഡിയോ ഡാഷ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ലിങ്ക്സ്, ഓപ്ഷൻ ബി ഇലിസ്ട്രേഷൻസ്, ഓപ്ഷൻ സി മീഡിയ, ഓപ്ഷൻ ഡി ചാർട്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, മീഡിയ. ഇൻ പവർ പോയിന്റ് വീഡിയോ ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഗ്രൂപ്പ് മീഡിയ. അടുത്ത ക്വസ്റ്റ്യൻ. The slide tab is only available with dash. The slide tab is only available with dash. Options നോക്കാം. Option A slide short viewer, Option B normal viewer, Option C reading viewer, Option D slide master. The slide tab is only available with, അതായത് ഈ സ്ലൈഡ് ടാബ് ഡാഷിൽ മാത്രമേ ലഭ്യമാകൂ. ഏതിൽ മാത്രമേ ലഭ്യമാകൂ? ഓപ്ഷൻ ബി നോർമൽ വ്യൂവിലാണ് ലഭ്യമാകൂ. അടുത്ത ക്വസ്റ്റ്യൻ. The area where is the actual slide is created, edited, etc. is called. The area where is the actual slide is created, edited, etc. is called. അതായത് ഈ യഥാർത്ഥ സ്ലൈഡ് സൃഷ്ടിച്ച സ്ഥലത്തെ എഡിറ്റ് ചെയ്തവയെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വർക്ക് ഏരിയ, ഓപ്ഷൻ ബി ഇമേജ് ഏരിയ, ഓപ്ഷൻ സി സ്ലൈഡ് ഏരിയ, ഓപ്ഷൻ ഡി ടൈറ്റിൽ ബാർ. എന്താണ്? The area where is the actual slide is created, edited, etc. is called slide area. അതായത് യഥാർത്ഥ സ്ലൈഡ് സൃഷ്ടിച്ച സ്ഥലത്തെ എഡിറ്റ് ചെയ്തവയെ സ്ലൈഡ് ഏരിയ എന്ന് വിളിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. What are the three groups a PowerPoint ribbon contains? What are the three groups a PowerPoint ribbon contains? അതായത് പവർ പോയിന്റ് റിബണിൽ അടങ്ങിയിരിക്കുന്ന 3 ഗ്രൂപ്പുകൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പ്രിന്റ്, ന്യൂ, റീസെന്റ്. ഓപ്ഷൻ ബി ഓപ്ഷൻസ് എക്സിറ്റ്, ഇൻഫർമേഷൻ. ഓപ്ഷൻ സി എക്സിറ്റ്, ക്ലോസ്, ഗോളോ. ഓപ്ഷൻ ഡി ടാബ്സ്, ഗ്രൂപ്പ്സ്, കമാൻഡ്സ്. ഏതാണ്? വാട്ട് ആർ ദ 3 ഗ്രൂപ്പ്സ് പവർ പോയിന്റ് റിബൺ കണ്ടെയ്ൻസ്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, പ്രിന്റ്, ന്യൂ, റീസെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Which is not an animation effect in PowerPoint? Which is not an animation effect in PowerPoint? PowerPoint ഡാഷ് എന്നതിലെ ആനിമേഷൻ ഇഫക്റ്റ് അല്ല. ഏത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അപ്പിയർ, ഓപ്ഷൻ ബി ഫെയ്ഡ്, ഓപ്ഷൻ സി ഫ്ലൈ ഇൻ, ഓപ്ഷൻ ഡി പുഷ്. വിച്ച് ഈസ് നോട്ട് ആൻ ആനിമേഷൻ എഫക്റ്റ് ഇൻ PowerPoint? ഓപ്ഷൻ ഡി ആണ് ആൻസർ, പുഷ്. അടുത്ത ക്വസ്റ്റ്യൻ. എ പ്രോഗ്രാം വിച്ച് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഡ്രോയിങ്, എഡിറ്റ് പിക്ചേഴ്സ് യൂസിങ് ഡിഫറെന്റ് ഫയൽ ഫോർമാറ്റ്സ്. എ പ്രോഗ്രാം വിച്ച് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഡ്രോയിങ്, എഡിറ്റ് പിക്ചേഴ്സ് യൂസിങ് ഡിഫറെന്റ് ഫയൽ ഫോർമാറ്റ്സ്. എന്താണ്? ഡ്രോയിങ് സൃഷ്ടിക്കുന്നതിനും വ്യത്യസ്ത ഫയൽ ഫോർമാറ്റുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം. ഏതാണ്?
ഓപ്ഷൻ എ മൈക്രോസോഫ്റ്റ് വേഡ്, ഓപ്ഷൻ ബി മൈക്രോസോഫ്റ്റ് എക്സൽ, ഓപ്ഷൻ സി മൈക്രോസോഫ്റ്റ് പെയിന്റ്, ഓപ്ഷൻ ഡി മൂവി മേക്കർ. ഏതാണ്? എ പ്രോഗ്രാം വിച്ച് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഡ്രോയിങ്, എഡിറ്റ് പിക്ചേഴ്സ് യൂസിങ് ഡിഫറെന്റ് ഫയൽ ഫോർമാറ്റ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, മൈക്രോസോഫ്റ്റ് പെയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The tool in paint which is used to erase the part of the picture and replace it with background color is dash. The tool in paint which is used to erase the part of the picture and replace it with background color is dash. അതായത് ചിത്രത്തിന്റെ ഭാഗം മായ്ക്കാനും പശ്ചാത്തല വർണ്ണം പകരം വയ്ക്കാനും ഉപയോഗിക്കുന്ന പെയിന്റിലെ ഉപകരണം. അതായത് ചിത്രത്തിന്റെ ഭാഗം മായ്ക്കാനും പശ്ചാത്തല വർണ്ണം പകരം വയ്ക്കുന്നതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പെയിന്റിലെ ഒരു ഉപകരണത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മാഗ്നിഫയർ, ഓപ്ഷൻ ബി കളർ പിക്കർ, ഓപ്ഷൻ സി പെൻസില്, ഓപ്ഷൻ ഡി ഇറൈസർ. ഏതാണ്? ദ ടൂൾ ഇൻ പെയിന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഇറൈസ് ദ പാർട്ട് ഓഫ് ദ പിക്ചർ ആൻഡ് റീപ്ലേസ് ഇറ്റ് വിത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ ഈസ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഇറൈസർ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് JPEG? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് JPEG? JPEGയുടെ പൂർണ്ണ രൂപം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്ട് ഗ്രൂപ്പ്, ഓപ്ഷൻ ബി ജോയിന്റ് പിക്ചർ എക്സ്പെർട്ട് ഗ്രൂപ്പ്, ഓപ്ഷൻ സി ജോയിന്റ് പിക്ചർ എക്സ്പോർട്ട് ഗ്രൂപ്പ്, ഓപ്ഷൻ ഡി ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പോർട്ടിംഗ് ഗ്രൂപ്പ്. എന്താണ് വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് JPEG? ഓപ്ഷൻ എ ആണ് ആൻസർ, ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്ട് ഗ്രൂപ്പ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.